ഗൈസ്, ഞങ്ങൾ ഗ്രോസറി മേടിക്കാനായിട്ട് സിറ്റിയിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ടിക്കറ്റ്. നമ്മൾ അവിടുത്തെ QR കോഡ് സ്കാൻ ചെയ്ത് ഇതൊക്കെ ഫില്ല് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു സ്ഥിരം വരുന്നവർക്ക് ഇത് വേണ്ടാന്ന് തോന്നുന്നു. ന്യൂ രജിസ്ട്രേഷൻ ആയിട്ടുള്ളവർക്ക് നേരെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ യൂണിവേഴ്സിറ്റി നെയിം, നമ്മുടെ ID കാർഡ് അങ്ങനെയൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്കുള്ള എൻട്രി കിട്ടും. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ ചെന്ന് ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കും, നമ്മളെ രജിസ്റ്റർ ചെയ്യും അതിനകത്ത്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ അതിൻ്റെ ഒരു പ്രൂഫ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അവരത് പ്രൂഫ് ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം. നമ്മളിനിയും ഈ നമ്പറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പർ അനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാം. അത്യാവശ്യം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് മാത്രമല്ല തോന്നുന്നു, പ്രയോറിറ്റി ടോക്കനും ഉണ്ട്. എനിക്കൊന്നൊരു സീനിയർ സിറ്റിസൺസിനും വരാമെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് കോഫി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി കോഫിയൊക്കെ കുടിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു സ്വീറ്റാണ്. പിന്നെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്ന് എക്സ്പയറി ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അറിയാൻ പറ്റില്ലല്ലോ, എല്ലാം ചാരിറ്റി ആയിരിക്കും. ചിലപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് തരും. മോസ്റ്റ് ഓഫ് ദം അങ്ങനെ തരില്ല. പക്ഷെ നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് അവിടുന്ന് സാധനങ്ങൾ മേടിച്ച് തിരിച്ചിറങ്ങി നമ്മൾ സിറ്റിയിലേക്ക് വന്നു. ഇത്രയും ഈ ഒരു ബാഗ് നിറച്ചും പിന്നെ എൻ്റെ ബാഗ് നിറച്ച സാധനങ്ങളുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അധികം സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. പക്ഷേ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. എല്ലാ ആഴ്ചയും ഉള്ളതുകൊണ്ട് 1 വീക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ട്. കുക്ക്ഡ് മീൽസ് ആയാലും എല്ലാം ഉണ്ട്. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ. ഗ്രോസറി എന്ന് പറയുമ്പോൾ ഓണിയനൊക്കെ അതായത് ഒരു 1 kgൻ്റെയോ അങ്ങോട്ടൊക്കെ അതിൻ്റെ 2 ബാഗായിട്ടൊക്കെയാണ് തരണേ. പിന്നെ പോകുമ്പോൾ നേരത്തെ പോവുക. കറക്റ്റ് 1 മണിക്ക് മുമ്പ് തന്നെ, ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ അവർ ക്ലോസ് ചെയ്ത് തുടങ്ങും. കറക്റ്റ് നേരത്തെ ചെല്ലുക. മെൽബൺ സെൻറ്ററിൽ മാത്രമേ 1 മണി വരെ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 10 മണി 11 മണിയാണ് മാക്സിമം. പിന്നെ ഒരു ഹാഫ് ഡേ ഇതിൽ തന്നെ പോകും. കാരണം കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. കാരണം അറ്റ് എ ടൈം അവർ ഒരാളേക്ക് കയറ്റത്തുള്ളൂ. ഓരോ ടോക്കൺ നമ്പർ ഉണ്ട്. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് തന്നെ ടോക്കൺ കിട്ടിയത് 340-42 ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും ആൾക്കാർ കയറിയിട്ടുണ്ട്. അതിന് മുമ്പും ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. എല്ലാ ആഴ്ചയും വരാം. ഒരു നല്ല ഓപ്ഷനാണ്. ഒരു വീട്ടിൽ നിന്ന് തന്നെ ആണെങ്കിൽ പലതരം സാധനങ്ങൾ നമ്മളെടുത്ത് ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മെൽബൺ സെൻട്രലിൽ കയറി കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് സെൻകിൽഡ ബീച്ച് ട്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു 20 സ്റ്റോപ്പ് 96 ട്രാം എടുത്ത് ഒരു 20 സ്റ്റോപ്പ് കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇറങ്ങണേ. തിരിച്ച് ഇറങ്ങുമ്പോഴും തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കയറി തിരിച്ച് സിറ്റിയിലേക്ക് വരാം. ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല സുഖമാണ്. കാർ പാർക്കിംഗ് ഉണ്ട്. വെഹിക്കിളാണെങ്കിൽ പാർക്കിങ്ങും ഉണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട്.